മരിക്കേണ്ടവനാണെന്നുള്ള ചിന്തയുണ്ടോ? ഖബറിൽ പോകേണ്ടവനാണെന്നുള്ള ചിന്തയുണ്ടോ? മഹ്ശറയിൽ പോകേണ്ടവനാണെന്നുള്ള ചിന്തയുണ്ടോ? പടച്ചവനെ, നമുക്ക് മരണവും ഖബറും നരകവും പരലോകവും സിറാത്തും ഒക്കെ പറയുന്നത് പോലും നമുക്കിഷ്ടമില്ലടോ. ഉസ്താദേ, എവിടെ പോയാലും മരണവും ഖബറുമല്ലാതെ വേറെ ഒന്നുമില്ലമല്ലടോ. മരണ വീട്ടിൽ പോലും പോകാത്തവരുണ്ടല്ലോ. കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാ, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ഈ ജീവിതം സുഖിക്കാനുള്ളതാണ്. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ പടച്ചവനെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ജീവിക്കാനുള്ളതല്ല. എല്ലാവരും കളിയാണ്, ചിരിയാണ്, ആഘോഷമാണ്, സന്തോഷമാണ്. എല്ലാവരും ചിരിച്ചും കളിച്ചും രസിച്ചും സുഖിച്ചും നടക്കുകയാ. എല്ലാവരും അധികം പേരും പറയുന്നത് ചിരിച്ചാൽ ആയുസ് കൂടുമെന്നാണ്, ചിരിച്ചാൽ ആയുസ് കൂടുമെന്നാണ്. അത് പറഞ്ഞുകൊണ്ട് ചിരിയും കളിയുമായി നടക്കുന്നവര് എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് പറഞ്ഞു ആസ്വദിക്കുന്ന എൻ്റെ യുവത്വത്തോട് കുല്ലും രിൻമോ സബ്ബഹു ഫീ അഹ്ലിഹി വൽ മൗതു അദിനാ മിൻ ശിറാകി നഅലിഹി. എൻ്റെ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, മോനെ, നീ ഇങ്ങനെ ആഘോഷിച്ച് അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് നടക്കുമ്പോ, ഒരുപാട് ചിരിക്കുമ്പോ, ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ പൊന്നുമോന്. എന്തിനാണ് കാലിൽ കിടക്കുന്ന ചെരുപ്പിൽ നോക്കാൻ പറയുന്നതെന്നറിയോ? ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാർ നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്തു കിടക്കുന്നോ, ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാ. മരണം അതുപോലെ നിന്റെ കൂടെ നടക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ സ്വപ്നങ്ങളും നിന്റെ മോഹങ്ങളും നിന്റെ ആഗ്രഹങ്ങളും നിന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തുകൊണ്ട് ഇടിത്തി വീഴുന്നത് പോലെ മരണം നിന്റെ മുമ്പിലേക്ക് കടന്നു വരും. ചെറുപ്പക്കാരാ, പെങ്ങളെ, അതാ മരണമെങ്ങാണ് നിന്റെ മുമ്പിലേക്ക് പെട്ടെന്നങ്ങ് കടന്നു വന്നാൽ എന്ത് ചെയ്യുമെന്ന് നീ ചിന്തിക്കാറുണ്ടോ? അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിച്ചിട്ടിരിക്കുന്ന ഖബർ കാണിച്ചിട്ട് പറഞ്ഞു, സഹാബാ, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബാ. നിബിതങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്നവരോട് ചോദിക്കട്ടെ, ഞാനും നിങ്ങളും ഖബർ കാണുന്നവരല്ലേ സഹോദരാ? ഖബർ കാണുന്നവരാണ്, ഖബറടക്കിയവരാണ്, ഖബറിന്റെ അടുക്കൽ സിയാറത്തിന് പോകുന്നവരാണ്. എന്തിനാ പടച്ചവനെ ഇതിനകത്ത് കിടക്കുന്നതൊരു മഹാനാണല്ലോ, ആ മഹാനിന്റെ ഖബറിന്റെ ചാരത്ത് പോകുന്നവരാണല്ലോ. എന്തേ നമുക്ക് ആ ചിന്ത വരാത്തത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഖബറിനെ കുറിച്ചൊരു പേടിയുമില്ലടോ. ഖബർ കുഴിക്കുന്നവന് പോലും പേടിയില്ലടോ. ഖബർ കുഴിക്കുന്ന മനുഷ്യന് പോലും ഖബറിനെ കുറിച്ചൊരു ചിന്തയുമില്ല. മുണ്ട് മടക്കി വീടി വലിച്ചുകൊണ്ട് തമാശ പറഞ്ഞുകൊണ്ടാണ് ഖബർ കുഴിക്കുന്നവനും അവിടെ നിന്ന് ജോലി ചെയ്യുന്നത്. ആ മനുഷ്യനും ഖബർ പേടിയില്ല, ഖബർ കുഴിക്കുന്നവന് പേടിയില്ല, ഖബറിനകത്തിറങ്ങുന്നവന് പേടിയില്ല, പലക നിരത്തുന്നവന് പേടിയില്ല, മയ്യത്ത് വെറുത്ത് വെക്കുന്നവന് പേടിയില്ല, മണ്ണുവാരി ഇടുന്നവന് പേടിയില്ല, സിയാറത്തിന് പോകുന്നവർക്ക് പേടിയില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ചിരിക്കുന്നത്? അവിടെ നിന്നാണ്. തമാശ പറയുന്നത് അവിടെ നിന്നാണ്. രാഷ്ട്രീയം പറയുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാണ്. ഫോൺ വിളിക്കുന്നത് ഖബറിന്റെ ചാരത്ത് നിന്നാണ്. എന്തുകൊണ്ടാണ് പേടിയില്ലാത്തതെന്നറിയുവോ ചെറുപ്പക്കാരാ? വാപ്പാ, നിനക്ക് പേടിയില്ലാത്തത് എന്തുകൊണ്ടെന്നറിയോ? നിനക്ക് ആ ഖബറിനെ കുറിച്ച് അറിയാഞ്ഞട്ടാ. ആ ഖബറിനെ കുറിച്ച് നിനക്കറിയാത്തത് കൊണ്ടാ. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില വലാ സരിബ സുർബാ ഇല്ലാ വഹുവ യബ്കീ വയളിരിബു അലാ സ്വദിരീ.
അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ആ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങാനും നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ, ഖബർ കുഴിക്കുന്ന സഹോദരാ, ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങാനും നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ, ചിരിക്കുന്നത് പോയിട്ട്, കളിക്കുന്നത് പോയിട്ട്, ആസ്വദിക്കുന്നത് പോയിട്ട്, കടിക്കാൻ ഭക്ഷണമെടുത്ത് നിന്റെ മുമ്പിൽ വെച്ചാ വയളിരിബു അലാ സ്വദിരീ, നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവുകയാണ്, നീ കരയുകയാണ്, നീ കരയുകയാണ്. നീ കരയാതെ നിനക്ക് ഭക്ഷണം കടിക്കാനോ വെള്ളം കുടിക്കാനോ കഴിയില്ല എന്ന് നബിതങ്ങൾ പറയുമ്പോ അത് ചിരിക്കേണ്ട സ്ഥലമല്ല ചെറുപ്പക്കാരാ, അത് ഖബറാണടാ മോനെ, അത് ഖബറാണടാ മോനെ. വാഴു പറയുന്നത് കേട്ടാ മോനെ പേടിക്കണേ, പെങ്ങളെ പേടിക്കണേ. ഖബർ കണ്ടാ കരയണേ, ഖബർ കണ്ടാ കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം, മേടയ്ക്കു പകരം മളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബർ സിയാറത്ത് ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്, നിൽക്കരുത്. അവിടെ നിന്നുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. കാരണം അത് ഖബറാണ്, ആ ഖബറിനെ നീ സൂക്ഷിക്കണേ. പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ് റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ തങ്ങൾ പടച്ചവനെ ഖബറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ കരയുകയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, തങ്ങളെ നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, മസറ പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, സിറാത്തിനെ കുറിച്ച് പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, മരണത്തെ കുറിച്ച് പറഞ്ഞാൽ ഇതുപോലെ കരയാറില്ലല്ലോ, എന്തുകൊണ്ടാണ് ഖബറിനെ കുറിച്ച് പറയുമ്പോ ഖബർ കാണുന്ന സമയത്ത് കരയുന്നതെന്ന് ചോദിച്ചപ്പോ ഉസ്മാന് തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. എന്തുകൊണ്ടാണ് ഖബർ കാണുമ്പോ കരയാൻ പറയുന്നത്, ഖബറിനെ കുറിച്ച് പറയുമ്പോ പേടിക്കാൻ പറയുന്നത്? പെങ്ങളെ, കൂടപ്പറപ്പുകളുണ്ട്, കുടുംബക്കാരുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, കൂട്ടുകാരുണ്ട്. പടച്ചവനെ, ഞാനും നിങ്ങളും ദുനിയാവ് ജീവിക്കുമ്പോ എല്ലാവരും നമുക്കുണ്ടോ? നാളെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോ ഞാനും നിങ്ങളും ഒറ്റയ്ക്കല്ല കടന്നു പോകുന്നത്. 1,24,000 പരം വരുന്ന പ്രവാചകന്മാരും അവരുടെ അനുയായികൾ മുഴുവനും നാളെ പരലോകത്തുണ്ടല്ലോ. പെങ്ങളെ, നീ സ്വർഗത്തിലാണെങ്കിൽ ഒറ്റയ്ക്കല്ല പോകുന്നത്. ചെറുപ്പക്കാരാ, നീ നരകത്തിലാണെങ്കിലും ഒറ്റയ്ക്കല്ല പോകുന്നത്. പോകുന്ന സ്ഥലങ്ങളിൽ മുഴുവനും കൂട്ടിനാളുണ്ടടാ ചെറുപ്പക്കാരാ. എന്നാ നിന്റെ ജീവിതത്തിൽ നീ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അവിടെ ഒറ്റയ്ക്കാ പോകുന്നത്. പെങ്ങളെ, ഒറ്റയ്ക്കാ മോളെ പോകുന്നത്. നിന്റെ വീടിനകത്ത് നാളെ ഉച്ചയ്ക്ക് ആ പകൽ സമയത്ത് നിന്റെ റൂമിനകത്ത് കയറിയിട്ട് ഫാനിടാതെ ലൈറ്റിടാതെ വാതിലടച്ചിട്ട് നിന്റെ ബെഡ്റൂമിനകത്തൊരു 10 മിനിറ്റ് ഇരിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ പെങ്ങള്? പാതിരാത്രി 12 മണിക്കല്ല, പകല് പോലും നമുക്കൊരു റൂമിനകത്ത് കിടക്കേണ്ട ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അത് ഖബറാടാ ചെറുപ്പക്കാരാ, അത് ഖബറാ മോളെ. അവിടെ കൂടെ ആരും വരില്ല പെങ്ങള്. നീ ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട സ്ഥലമാണ് ഖബർ. അത് ഏകാന്തതയുടെ വീടാ, അത് ഏകാന്തതയുടെ വീടാ മോനെ. അതിനെക്കുറിച്ച് അതുകൊണ്ടാണ് പറയുന്നത് നീ ചിന്തിക്കാൻ. ആ ഖബറിനകത്തെങ്ങാനും ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുകയാണ്. അവിടെ ആരെങ്കിലും പരാജയപ്പെടുകയാണ്. പടച്ചവനെ, ഈ സദസ്സിലിരിക്കുന്നവരോട്
ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുമ്പോ നിങ്ങളിൽ പലരും പറയാറുണ്ട്, ഉസ്താദേ നിങ്ങളൊക്കെ പറയുന്നത് ശരിയാണ്, നന്നാകണമെന്നുണ്ട്, നന്നാകണം, അതേ സീരിയല് കാണുന്നത് നിർത്തണം, അതാ ശരീരം മറച്ചുകൊണ്ട് അള്ളാനെ പേടിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട്, പറ്റുന്നില്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, പറ്റുന്നില്ലെന്ന് പറയുന്ന പെങ്ങള്, നന്നാകണോ മോള്, നന്നാകണോ ചെറുപ്പക്കാരാ, കള്ളുകുടി മാറണോ, കഞ്ചാവടിക്കുന്നത് മാറണോ, ദുസ്വഭാവങ്ങൾ മാറണോ, നിസ്കരിക്കുന്നവനാകണോ, നിന്റെ എല്ലാ ദുസ്വഭാവങ്ങളും മാറ്റിയിട്ട് നിനക്ക് നന്നാകാൻ ആഗ്രഹമുണ്ടോ? 5 നയാ പൈസയുടെ ചെലവില്ല, 1 രൂപയുടെയും ചെലവില്ലാതെ നന്നാകാം. നിങ്ങൾക്ക് നന്നാകാൻ പറ്റുന്ന ഒരു എളുപ്പവഴി പറയട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നന്നാകാനുള്ള എളുപ്പവഴി ഡോക്ടറെ കാണണ്ട, വഅദ് കേൾക്കണ്ട, നീ എല്ലാ ദുസ്വഭാവങ്ങളും മാറി നിനക്ക് നന്നാകണോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി കടന്നു വരികയാണ്. ചെറുപ്പക്കാരനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ എനിക്ക് നന്നാകണം നബിയേ, എനിക്ക് നന്നാകണം നബിയേ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ യാ റസൂലല്ലാഹ്? അബൂദർ എന്ന് പറയുന്ന സ്വഹാബി വന്നു ചോദിക്കുകയാ. കള്ളുകുടിയനായിരുന്നില്ല, വ്യഭിചരിക്കുന്നവനായിരുന്നില്ല, പലിശ തിന്നുന്നവനായിരുന്നില്ല, നിസ്കരിക്കാത്തവനായിരുന്നില്ല. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി മോശക്കാരനായിരുന്നില്ല. ആരാ അബൂദർ എന്നറിയോ? ആരാ അബൂദർ എന്നറിയോ? അബൂദറിന്റെ മഹത്വം എന്താണെന്നറിയോ? അബൂദർ സാധാരണ ഒരു സഹാബിയല്ല. അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ അലൈഹിസ്സലാം നിബിതങ്ങളും ജിബ്രീലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രവാചകനും ജിബ്രീൽ ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് കടന്നു വന്നത്. അള്ളാന്റെ റസൂലിന്റെ മുമ്പിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂദർ നടന്നു പോവുകയാണ്. അബൂദർ നടന്നു പോവുകയാണ്. അബൂദർ ചിന്തിച്ചു, അല്ലാ നിബിതങ്ങൾ എന്തോ വലിയ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇടയിൽ കയറി സലാം പറഞ്ഞു പ്രയാസപ്പെടുത്തണ്ട. അബൂദർ മിണ്ടാതെ നടന്നു പോയടോ, അബൂദർ മിണ്ടാതെ നടന്നു പോയടോ. അപ്പോഴാണ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ച ചോദ്യം എന്തെന്നറിയുവോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? സലാം പറഞ്ഞില്ലല്ലോ, സലാം പറഞ്ഞില്ലല്ലോ. അബൂദർ സലാം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതപ്പെടുകയാണ്. ചോദിച്ചതാരാ? മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ് ചോദിക്കുന്നത്. അത് അബൂദർ അല്ലേ നബിയേ? സലാം പറഞ്ഞില്ല. ഇത് അബൂദറാണെന്ന് നിനക്കാരാ പറഞ്ഞതെന്നത്? ഈ അബൂദറിനെ നിനക്ക് എങ്ങനെയാ പരിചയമുള്ളത്? ഈ അബൂദറിനെ ഈ മദീനക്കാർക്ക് പോലും അറിയാത്ത സഹാബിയ. ഈ മദീനക്കാർക്ക് പോലും ഈ അബൂദറിനെ പരിചയമില്ല. ആ സമയത്ത് നിനക്ക് എങ്ങനെയാണ് പരിചയം? നബി തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ എന്ന് പറഞ്ഞ മലക്ക് പറയുകയാണ്, ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബ്ഉ അസ്റു ഫിൽ അർളി യാ റസൂലല്ലാഹ്. ഈ ഭൂമിയിലുള്ളവർക്ക് അബൂദറിനെ അറിയില്ലെങ്കിലും 7 ആകാശത്തിലുള്ള അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല.
അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല. അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള VIP ആണ് അബൂദർ. ഈ അബൂദറാണ് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, എനിക്ക് ഇബാദത്തുകൾ അധികരിപ്പിക്കണം നബിയേ, ഒരുപാട് നന്മകൾ ചെയ്യണം നബിയേ, അതിനൊരു വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോ നന്നാകാൻ ആഗ്രഹമുള്ള വാപ്പമാരോട് പറയുകയാ, നന്നാകാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, നീ പറയുമല്ലോ നിനക്ക് വല്ലാത്ത ധൈര്യമാണെന്ന്. ഞാൻ പേടിയില്ലാത്തവനാ ഉസ്താദ്. ഏതു പാതിരാത്രി 12 മണിയാകട്ടെ, 1 മണിയാകട്ടെ, 2 മണിയാകട്ടെ, ഏത് ഇടവഴിയിലൂടെയും പേടിയില്ലാതെ നടന്നു വരാൻ എനിക്ക് ധൈര്യമാണ്. നീ അത്ര വലിയ ധൈര്യശാലിയാണെങ്കിൽ നിനക്ക് ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. പാതിരാത്രി 12 മണിക്കല്ല, നാളെ രാവിലെ എപ്പോഴെങ്കിലും നിനക്ക് സമയം കിട്ടുമ്പോ ഇവിടത്തെ പള്ളിയിലേക്ക് നിനക്കൊന്ന് പോകാൻ കഴിയുമോ? ഈ വഅദ് കേൾക്കാമെന്നവരോട് ചോദിക്കുകയാ, നാളെ പകല് നിനക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ നിനക്ക് ഇവിടത്തെ പള്ളിയിലേക്കൊന്ന് പോകാൻ കഴിയുമോ? പടച്ചവനെ, പള്ളിയുടെ സൈഡിൽ ഒരു ഖബർസ്ഥാൻ കാണാ. ആ ഖബർസ്ഥാനിലേക്ക് പാതിരാത്രി 2 മണിക്കല്ല നിനക്കൊന്ന് ഒറ്റയ്ക്ക് കടന്നു പോകാൻ കഴിയുമോ? എല്ലാ പള്ളികളിലും പടച്ചവനെ ഒരു ഖബർ നേരത്തെ കുഴിച്ചിറാറുണ്ടല്ലോ. നീ ആ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന ആ ഖബറിന്റെ ചാരത്ത് ഒറ്റയ്ക്ക് ചെന്നിട്ട് ആ ഖബറടച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ മുഴുവനും എടുത്തൊന്നു മാറ്റിയിട്ട് നിനക്ക് ആ ഖബറിനകത്തിറങ്ങാ ധൈര്യമുണ്ടോ ചെറുപ്പക്കാരാ? നിനക്ക് ആ ഖബറിനകത്ത് ഒറ്റയ്ക്കൊന്ന് ഇറങ്ങിയിട്ട് പാതിരാത്രി 2 മണിക്കല്ല, പകല് സമയത്ത് ആ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിനകത്ത് നിനക്കിറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് കൈകാലുകൾ വിറയ്ക്കാതെ, ശരീരം വിയർക്കാതെ, ഹൃദയം പിടയാതെ ഒരു 10 മിനിറ്റ് ഒറ്റയ്ക്ക് ആ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിനകത്തിരിക്കാൻ ആർക്കാ ധൈര്യമുള്ളത്? ആർക്കാ സഹോദരാ ധൈര്യമുള്ളത്? അത്രയും ചങ്കൂറ്റമുള്ള ആരാവുള്ളത്? ഒന്ന് പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് പോയിട്ട് നിനക്കും ഇരിക്കാൻ പറ്റുമോ? സഹോദരാ, കൈ വിറയ്ക്കുമടോ, കാല് വിറയ്ക്കുമടോ, കൈകാലുകൾ വിറയ്ക്കുകയാണ്, ശരീരം വിയർക്കുകയാ. കാരണം ഖബറാമോനെ, ഖബറാമോനെ. അതുകൊണ്ട് ഖബറിലിറങ്ങല്ലേ, ഖബറിലിറങ്ങല്ലേ. ആ ഖബറിന്റെ മുകളിൽ ഇങ്ങനെ നിന്നിട്ട് ആ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിലേക്കൊന്ന് നോക്ക്, ചുറ്റുഭാഗമൊന്ന് നോക്ക്. ഖബറിന്റെ ആഴമ സോദരാ നീ നോക്ക്, അതിലേക്ക് നിന്നെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരുക്കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്? ഇതുപോലെ ഒരു വീട് കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ? നന്നാകണോ? ആ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് ചെല്ലടാ ചെറുപ്പക്കാരാ. ഈ നാട് വിറപ്പിച്ച ഒരുപാട് കൊലകൊമ്പന്മാരെ കാണാം. ഈ നാട് വിറപ്പിച്ചുകൊണ്ട് നടന്ന ഒരുപാട് സുന്ദരിമാര് എടോ അതാ ഓരോ ഖബറിന്റെ മുകളിലും ഒരു ചെടി ഇങ്ങനെ കിളിച്ച് നിൽക്കുന്നത് കാണാമല്ലോ. ആരും വളമിടാറില്ല, ആരും വെള്ളമൊഴിക്കാറില്ല. എന്നിട്ടും ആ മൈലാഞ്ചി ചെടി നെഞ്ചി വിരിച്ച് നിൽക്കുന്നത് എങ്ങനെയെന്നറിയുമോ? ആ മൈലാഞ്ചി ചെടി നിന്നോട് പറഞ്ഞു തരും, എന്റെ താഴെ കിടക്കുന്നവന്റെ തലച്ചോറിലെ വളമെടുത്തിട്ടാണ് ഞാനിങ്ങനെ നെഞ്ചി വിരിച്ച് നിൽക്കുന്നതെന്ന് ആ ചെടികൾ പോലും നിന്നോട് പറഞ്ഞു തരുമടോ. അതുകൊണ്ട് നന്നാകണോ ചെറുപ്പക്കാരാ. സുനിൽ ഖുബൂർ ഖബർ സിയാറത്ത് ചെയ്ത പള്ളിപ്പറമ്പിൽ പോയാ നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ നീ അവിടെ പോകണ്ട, നീ അവിടെ പോകാറില്ലല്ലോ, നിന്നെ കൊണ്ടുപോകാറല്ലേ ഉള്ളൂ. നിനക്ക് നന്നാകണോ, നിന്റെ സീരിയൽ പ്രേമം മാറണോ, നിന്റെ ദുസ്വഭാവങ്ങൾ മാറണോ, ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണു മരിച്ചെന്നറിഞ്ഞാൽ, ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണു മരിച്ചെന്നറിഞ്ഞാ മരണ വീട്ടിൽ പോകണേ, മയ്യത്ത് കാണാനല്ല. എവിടെയാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത്, എവിടെയാണ് ജനാസ കുളിപ്പിക്കുന്നത്, ആ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു കഴിഞ്ഞ അവിടെയൊന്ന് കേറു പെങ്ങള്. ഈ നാട് വിറപ്പിച്ചുകൊണ്ട് നടന്ന ഒരുത്തിയുടെ കിടപ്പ് കാണാ, തലമറയ്ക്കാൻ മടിയുള്ള ആണുങ്ങളുടെ മുമ്പിലൂടെ സുഖിച്ച് നടന്നിരുന്ന, ആസ്വദിച്ച് നടന്നിരുന്ന ഒരുത്തിയുടെ കിടപ്പ് നിനക്ക് കാണാ. ആ രംഗം കണ്ട നിന്റെ ജീവിതത്തിൽ മാറ്റം വരും പെങ്ങള്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, കുടിച്ചിട്ട ഖബർ കാണിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബാ, നമ്മൾക്കും വരും സ്വഹാബാ, നമ്മൾക്കും വരും സഹോദരാ. പെങ്ങളെ